എനിക്കിപ്പോ ഒരു രണ്ട് ബിരിയാണി കഴിക്കണം എന്നുണ്ടെന്ന് വെച്ചോ, ബിരിയാണി അറ്റ് എ ടൈം കഴിക്കും. ചിക്കൻ ബിരിയാണി ഒക്കെ ആണെങ്കിൽ രണ്ടെണ്ണം ഇപ്പൊ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് രാവിലെ തൊട്ട് വേണമെങ്കിൽ ഒന്നും കഴിക്കില്ല. എന്നിട്ട് ഈ ഉച്ച ആവാൻ വേണ്ടി ഞാനിങ്ങനെ കാത്തിരിക്കും. ആ ബിരിയാണി ഇടാൻ മറ്റേ ആ നെയ്യ് ഒഴിച്ച ആ ഒരു സ്മെല്ലും അല്ലാത്ത മറ്റേ ഭയങ്കര നല്ല വെന്ത മറ്റേ ചിക്കനും ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ഞാൻ വന്ന് കയറിയപ്പോ ഇവന് ആദ്യം എന്നോട് ചോദിച്ചെന്താ പറയാ, ടിക്കറ്റൊക്കെ വേണ്ടി ഡയറ്റ് എങ്ങനെ പോകുന്നു എന്നാണ്. അത് ഇന്ന് ഉച്ചക്ക് നശിപ്പിക്കും. അപ്പൊ അതിങ്ങനെ ആലോചിച്ചാ ഉച്ച വരെ ഞാൻ അങ്ങോട്ട് നിൽക്കും. ഉച്ചക്ക് ഞാൻ ബിരിയാണി കഴിക്കാം. പക്ഷെ പണ്ടത്തെ അത്ര എനിക്കിപ്പോ കഴിക്കാൻ പറ്റുന്നില്ല. എനിക്കിപ്പോ ഒരു ബിരിയാണി അല്ലെങ്കിൽ ഒരു 1.5 മാക്സിമം ഇപ്പൊ 1 പറ്റുന്നുള്ളൂ. ഒരു നായിക ഇങ്ങനെ ഇരുന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് എന്റെ കരിയറിൽ ഞാൻ കാണുന്നത്. ഇല്ല, പക്ഷെ അതിനുശേഷം പിന്നെ ഞാൻ അധികം ഒന്നും കഴിക്കില്ല. കണ്ണ് കിട്ടിയത് അതല്ല, അന്ന് പിന്നെ ആ ദിവസത്തെ ഫുഡ് പിന്നെ ഞാൻ അധികം ഒന്നും കഴിക്കില്ല. പിന്നെ കുറച്ചു പിന്നെ ഈ ക്രേവിങ് ഞാൻ അടുത്തൊരാഴ്ച വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. അപ്പൊ അതിന് മുന്നേ വേറെ ഒന്നും വന്നില്ലെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. ചിലപ്പോ ഈ ഒറ്റ കമന്റ് കൊണ്ടായിരിക്കും വിനീത് ശ്രീനിവാസൻ അടുത്ത പടത്തിലേക്ക് ശ്രീനിവാസനൊക്കെ ബിരിയാണി ലവേഴ്സ്, ഓൾ ടൈം ബിരിയാണി ലവേഴ്സ്. ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. എന്ത് കൈൻഡ് ഓഫ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തലശ്ശേരി ദം ബിരിയാണി, കണ്ണൂർ, കോഴിക്കോട്, കണ്ണൂർ കോഴിക്കോട് കണ്ണൂർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ബിരിയാണിന്റെ ടേസ്റ്റ് അത് വേറെ എവിടെയും കിട്ടില്ല, അല്ലെ? ഓരോ നാട്ടിലെ ബിരിയാണി ഓരോ ടേസ്റ്റ് ആണ്, എല്ലാം ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് കോഴിക്കോട്, കണ്ണൂര്. അത് കോഴിക്കോട് വേറെ ബിരിയാണിയാണ്, തലശ്ശേരി വേറെ ബിരിയാണിയാണ്, കണ്ണൂർ വേറെ ബിരിയാണിയാണ്, കാസർഗോഡ് വേറെ ബിരിയാണിയാണ്.